ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് കോവയ്ക്ക. ഇതെല്ലാവർക്കും ഒരുവിധം വീടുകളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം. ഒരു വള്ളി ഉണ്ടായി കഴിഞ്ഞാൽ അത് മുറിച്ച് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാം. വിത്തല്ല അതിൻ്റെ, നമ്മൾ വള്ളി മുറിച്ചിട്ടാണ് കുഴിച്ചിടുക. അത് കുഴിച്ചിട്ട് വർഷങ്ങളോളം ആ കോവയ്ക്ക ആ കട അവിടെ നിർത്താൻ നമുക്ക്, നമ്മൾ പയറും ഇതൊക്കെ നടന്ന പോലെയല്ല, ഒരുപാട് കാലം നമുക്കത് കൂട്ടാൻ വയ്ക്കാനായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അതും ഒരുപാട് വിഷമൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, അത്ര കേടുപാടുകളൊന്നുമില്ല. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വളർന്നു വരുമ്പോൾ ഒരുപാട് ഈ വള്ളി പടരുമ്പോൾ ആ വള്ളിക്കൊന്ന് മുറിക്കുക. ആ വള്ളി മുറിച്ചാൽ നമുക്ക് പുതിയ വള്ളി പൊട്ടുമ്പോൾ നല്ല നല്ല കായകളുണ്ടാവാനും ഗുണമെടുക്കും. അത് ആ വള്ളി തന്നെ സ്ഥിരം നിർത്തുമ്പോൾ അത് കായ ഉണ്ടാവത്തില്ല, ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആ കായ്ക്കൊരു വള്ളിക്കൊരു വണ്ണം വെക്കലൊക്കെ ഉണ്ട്, പൊന്തം പോലെയൊക്കെ ആവും വള്ളി. അപ്പോൾ അതൊക്കെ ഉണ്ടാവണേക്കാളും നല്ലത് നമുക്ക് നല്ല വള്ളിയും കിട്ടുക. ഇടയ്ക്കിടയ്ക്കൊന്ന് മുറിച്ചിട്ട്. ഇപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ ടെറസിൻ്റെ മുകളിലാണ് ഇത് പടർത്തിയിരിക്കുന്നത്. താഴത്ത് കുഴിച്ചിട്ടിട്ട് ടെറസിൻ്റെ മുകളിലേക്കാണ് ഇത് പടർത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഇത് പച്ച തിന്നാം. പുളിയിൽ ഒന്നുമില്ല, സാധാ തിന്നണ പോലെ ദേഹത്തിന് നല്ലതാണ്. പച്ച തിന്നണത് അതുമാതിരി നമുക്ക് ചാറ് കറി വയ്ക്കാം. നമ്മൾ മീൻ കറിക്ക് കൂട്ടുന്ന തേങ്ങ അതിൻ്റെ സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ഇത് 4ആയി മുറിച്ച് നമുക്ക് മീൻ കറി പോലെ ഇത് വയ്ക്കാം. പിന്നെ ഉപ്പേരി വയ്ക്കാം. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അച്ചാറുണ്ടാക്കി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചള്ള് മൂപ്പ് അധികം ആവാത്ത കോവയ്ക്ക് എടുത്ത് നന്നെ അരിഞ്ഞു. നമ്മൾ മാങ്ങയൊക്കെ മുറുക്കില്ലേ, അതുപോലെ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുടപ്പുളി ഇത്ര പോകുന്നൊരു കഷ്ണം, ഇത്ര കോവയ്ക്ക് എടുത്തിട്ടാണ് ഞാൻ അച്ചാറുണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് ഇത്ര പോകുന്നൊരു ഇത്ര വീതിയിൽ ഇത്ര പോകുന്നൊരു കഷ്ണം കുടംപുളി, അത് ഉണങ്ങിയതാണ്, ഉണങ്ങിയ കുടംപുളി ഇട്ടു. പിന്നെ അതിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൂട്ടി അങ്ങോട്ട് തിരുമ്പി കുറച്ച് നേരം വെച്ചു. അപ്പോൾ കുറച്ച് നേരം വെച്ചപ്പോൾ പിന്നെ അതെടുത്ത് ഒരു കഷ്ണം കടിച്ച് തിന്നപ്പോൾ ശരിക്കും നമ്മൾ കണ്ണിമാങ്ങയൊക്കെ ആക്കണം. അപ്പോൾ പുളിയായി, ഉപ്പും എല്ലാം അങ്ങനെ സാദാ അച്ചാറ് പോലെ കടുക് പൊട്ടിച്ചിട്ട് എണ്ണയിൽ കടുക് പൊട്ടിച്ച് ചൊറുക്കൊക്കെ ഒഴിച്ച് വെച്ചു. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അധികം കഴിക്കാനൊന്നുമില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ 2 പേരാണ് ഇത് കഴിച്ചത്, ഇനി കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറ് വേറെ നമുക്ക് ഞാൻ തോനെയുണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഗുണമുള്ളതാണ്. അപ്പം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഈ മാങ്ങയായാലും അതുമാതിരി നാരങ്ങ അതൊക്കെ ആകുമ്പോൾ നമ്മുടെ വയറിന് അത് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് അച്ചാറൊക്കെ തിന്നുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ അച്ചാറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഒരു അച്ചാറുണ്ടായി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക. അത് അച്ചാർ തന്നെ നല്ല നമുക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അച്ചാർ മാത്രം കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ് അച്ചാർ. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ വയറിന് കേടുള്ള ഒരു സംഭവം ഈ അച്ചാറിൽ ചേരുന്നില്ല. എന്നുവെച്ചാൽ കുടംപുളിയുടെ ഒരു കഷ്ണമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വരുന്നില്ല. നമ്മുടെ ശരീരത്തിന് കുടംപുളി നല്ലതാണ്. അതുമാതിരി ഇപ്പോൾ ഈ കോവയ്ക്ക നമ്മുടെ വീട്ടിലുണ്ടായ കോവയ്ക്കാണ്, നമ്മൾ വിഷാംശമൊന്നുമില്ല. അപ്പോൾ ഇനി തൊട്ട് ഞാൻ ഇത് സ്ഥിരം ഉണ്ടാക്കാനുള്ള ഉദ്ദേശമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉപ്പേരി വയ്ക്കണേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇങ്ങനെ ഉണ്ടാക്കി കറി വെച്ചപ്പോൾ അത് ചള്ളായിരിക്കണം. പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത്ര ടേസ്റ്റില്ല, പുളിപുളിനെ പോലെയാവും. അപ്പോൾ പഴുക്കാൻ എനിക്കതിൽ നല്ല ചള്ളിൽ പൊട്ടിച്ച് നല്ല ചള്ളിച്ച് ഈ വലിപ്പൊക്കെ ആവട്ടോ. ഇത് ചള്ളാണ്. ഇത് അധികം മൂത്തിട്ടില്ല. ഇത് വലിപ്പുണ്ടെങ്കിലും ഇത് സാധനം അധികം മൂത്തിട്ടില്ല, ചള്ളാണത്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇത് കൊണ്ടുവരുമ്പോൾ നന്നായിരിക്കുമ്പോൾ ഇടയ്ക്ക് എടുത്തിട്ട് കടിച്ച് തിന്നും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല ചള്ളൊക്കെ കടിച്ച് തിന്നാൻ നല്ല ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പലതരം അച്ചാറുകൾ നമ്മൾ ഉണ്ടാക്കണതല്ലേ. ഇപ്പോൾ മീനിൻ്റെ അച്ചാറുണ്ടാക്കേണ്ട ആൾക്കാർ, ഇറച്ചിയുടെ അച്ചാറുണ്ട്, അതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒക്കെ കഴിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാ തരം അച്ചാറും അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കായ്പയ്ക്ക കൊണ്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കായ്പയ്ക്ക അതുപോലെ ചെറിയ കഷ്ണങ്ങൾ, ചതുരം കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതുപോലെ ലേശം പുളിയിട്ട് കായ്പയ്ക്ക അച്ചാറുണ്ടാക്കി. നമ്മാതിരി നമ്മൾ ബീട്രൂട്ടല്ല ക്യാരറ്റ് കൊണ്ട് അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മാങ്ങയും പുളിയൊക്കെ പിന്നെ അച്ചാർ സാധനങ്ങളാണല്ലോ, അത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് അച്ചാറിൻ്റെ സാധനങ്ങളാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ നമുക്ക് പുതിയ സാധനങ്ങൾ കിട്ടുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിയിൽ വന്നതൊന്ന് നമുക്ക് പറഞ്ഞു തന്നതാട്ടോ. അപ്പോൾ ആരും ഇനി ഈ കോവയ്ക്ക ആരും കടകളിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ സാധനം നമ്മൾ വാടി കഴിഞ്ഞാൽ അത്ര ഗുണം കിട്ടുമോ എനിക്കറിയില്ല. ഇവിടെ പൊട്ടിക്കണ കാരണം ചള്ളിൽ ഞാനത് വയ്ക്കാറ്. വാടാൻ നിൽക്കാതെ
ചള്ളിൽ കിട്ടുകയാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇതുപോലെ ഓരോ വീഡിയോകളിൽ ഓരോന്നും ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല കാര്യമായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ഉണ്ടാക്കി നോക്കിയിട്ട് പറയട്ടോ, ഒന്ന് വിളിച്ച് പറയുക, അല്ലെങ്കിൽ ഇതിൽ ഈ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞിടുക നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നന്നായി. ഞാനൊരു ദിവസം കുടംപുളി അച്ചാറിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുടംപുളി അച്ചാർ ഉണ്ടാക്കുന്നത്, അത് പച്ചയിൽ അച്ചാറുണ്ടാക്കാം, നമുക്ക് പഴുത്തിട്ട് അച്ചാറുണ്ടാക്കാം. അത് ഇതുപോലെയൊക്കെ തന്നെ, നമ്മൾ അതിൽ പിന്നെ പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെയൊക്കെ നന്നായി ടേസ്റ്റ് ഉണ്ട്. ആൾക്കാർ പലരും പല സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നു. കുടംപുളി എൻ്റെ വീട്ടിൽ അങ്ങനെ അധികം ഇല്ലാത്ത കാരണം നമ്മൾ ആ കുടംപുളി കൊണ്ട് അധികം ഉണ്ടാക്കണില്ല. മാങ്ങ കൊണ്ടാണ് പിന്നെ ഉണ്ടാക്കാറ്. മാങ്ങയൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോകളൊക്കെ മാങ്ങയെ കുറിച്ചിട്ടും ചക്കയെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പുതിയൊരു ഐറ്റവുമായി അടുത്ത വീഡിയോയുമായി വരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനത് പുതിയൊരു അനുഭവമായിട്ട് പലർക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഇതൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു അച്ചാർ വീഡിയോയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.